കർത്താവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ വെള്ളിയാഴ്ചയാണ്, ദുഃഖ വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേൽക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടുകയും ചെയ്ത നിന്റെ സ്നേഹത്തിൻ്റെ പരമമായ ഒരു ദിവസത്തെ അനുസ്മരിക്കാൻ ഇടയാക്കിയത് തന്നെ ഒരു കൃപാപരമായ ഓർമ്മയാണ്. കർത്താവെ, ഞങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നതിന് വേണ്ടിയും വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ അനന്തമായ സഹനങ്ങളെ ഞങ്ങൾ അനുസ്മരിക്കുന്ന ഈ ദിവസം. ആ ഒരു ഓർമ്മ തന്നെ കർത്താവെ, ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് കാരണമാകാൻ വേണ്ടി വിധം ആഴത്തിൽ നിന്നോടുള്ള ആത്മബന്ധത്തിൽ ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ പരാധീനതകളുടെയും സുവിശേഷ വിരുദ്ധമായ നിലപാടുകളുടെയും ജീവിതത്തിൻ്റെ കാരണം അങ്ങയോടുള്ള ആത്മബന്ധമില്ലായ്മയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ലോകസ്നേഹവും ലോകവസ്തുക്കളോടും വ്യക്തികളോടുള്ള ആത്മീയമായ സ്നേഹവും
പലപ്പോഴും ഞങ്ങളെ നിൻ്റെ മുമ്പിൽ അപ്രസക്തരും പ്രയോജനരഹിതരുമാക്കി മാറ്റിയിട്ടുണ്ട് ഈശോയെ. ദൈവദർശനത്തിൽ അപ്രസക്തരും പ്രയോജനരഹിതരുമാക്കി മാറ്റുന്ന ഞങ്ങളുടെ ആധ്യാത്മിക അപാചയ അവസ്ഥകളെ അനുതാപത്തോടെ സമീപിക്കാൻ കർത്താവേ, ഞങ്ങൾ ഇന്നത്തെ ദിവസം നിൻ്റെ പീഡാനുഭവങ്ങളെയും കുരിശുമണ്ടെ ഉയർത്തെഴുന്നേൽപ്പിനെയും ഓർത്തുകൊണ്ട് പാപത്തിനെതിരെയുള്ള പോരാട്ടം മരണത്തോളം എത്തിയില്ലല്ലോ എന്നാണ് ആദിമസഭ പാപത്തെ സമീപിച്ച് ധ്യാനിച്ച് കണ്ടെത്തിയ സത്യങ്ങൾ. പാപം നമ്മൾ പോരാടേണ്ടതാണെന്നും ജീവിതകാലം മുഴുവനും അതിനെതിരെയുള്ള പോരാട്ടത്തിൽ മരണം പോലും സംഭവിച്ചാൽ അത് സ്വാഗതാർഹമാണെന്നുള്ളതാണ് ആദിമസഭയും ആദിമസഭയുടെ ആസ്ഥാനമായ കർത്താവിൻ്റെ ജീവിതചര്യകളും അവിടെ തിരുമരണവും നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. കർത്താവേ, ഞങ്ങൾ ഇനിയുള്ള കാലങ്ങളിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഓരോ നിലപാടുകളും ഓരോ സംസാരങ്ങളും അത് എത്രത്തോളം നിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ നിറക്കാൻ ഉതകുന്നുണ്ട്. അങ്ങ് കൽപ്പിച്ചു നൽകുന്ന ദിവസത്തിൽ ഓരോ ദിവസവും പടിപടിയായി നിന്നോടുള്ള സ്നേഹത്തിലും വാത്സല്യത്തിലും നിനക്ക് വേണ്ടിയുള്ള ജീവിതത്തിലും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ആത്മശോധന ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സുവിശേഷ സ്നേഹത്തിൽ മുന്നേറാമെന്ന് ഇന്നത്തെ ദിവസം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഞങ്ങളുടെ ശിരസ്സുകളെ അങ്ങ് പൂശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെയും ചിന്താഗതികളെയും മനോഭാവങ്ങളെയും വിശുദ്ധമായ രക്തത്താൽ അങ്ങ് പൂശണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്ന് രോഗികളായിരിക്കുന്നവരും മരണകരമായ വേദനകളിലൂടെ കടന്നു പോകുന്നവരും മാനസികമായ പീഡകളിലൂടെ കടന്നു പോകുന്നവരും എൻ്റെ എളിയ പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിലുള്ള മാതാവിൻ്റെ പ്രത്യക്ഷഗണത്തിന് അൾത്താറയിൽ നിന്നുള്ള ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾ പരിശുദ്ധ അമ്മയെപ്പോലെയും യേശുക്രിസ്തുവിനെപ്പോലെയും ഇന്നത്തെ ദിവസം സരങ്ങൾക്കെതിരെ ശക്തി പ്രാപിക്കാൻ ആത്മധൈര്യം കൊണ്ട് കർത്താവ് നിങ്ങൾ അഭിഷേകം ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൃപാസനത്തിലെ വിശ്വാസ പ്രയോഗങ്ങളുണ്ട് ഒത്തിരി. ചിലപ്പോൾ ഒരു കുരിശെടുത്തിട്ട് നിനക്ക് തലവേദനയായിട്ടുള്ള എൻ്റെ ഭൂമിയിൽ കൊണ്ടുപോയി സ്ഥാപിക്കാൻ പറയും. അതൊരു വിശ്വാസ പ്രയോഗമാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നിനക്ക് ഒരു ഗതിയും പിടിക്കത്തില്ല. സ്ഥലങ്ങളുടെ കുഴപ്പമില്ല, അതിൻ്റെ ആംബിയൻസ് പലപ്പോഴും നിനക്കെതിരെ വരികയും നിൻ്റെ മാനസികമായ ഊർജ്ജവും ഉല്ലാസവും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ചില പറയത്തില്ലേ, എൻ്റെ അച്ഛാ വീട്ടിലോട്ട് കയറി ചെല്ലണവരൊരു കുഴപ്പമില്ല, പുറത്തിറങ്ങുമ്പോൾ സന്തോഷമാണ്, അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ നനഞ്ഞ കോഴിനെപ്പോലെയാവുന്നു. അപ്പോൾ അവരുടെ ആ കുടുംബത്തിൻ്റെ സിറ്റുവേഷനും എല്ലാം കൊണ്ട് അവർ മടുക്കുകയാണ് ശരിക്കും. പല വിഷയങ്ങൾ കൊണ്ടാണ് മടുക്കാൻ കാരണം. അപ്പോൾ ഞാൻ അവരോട് പറയും, ഒരു കുരിശ് വെഞ്ചരിച്ച് കൊടുത്ത് പറയും, നിങ്ങൾ അതുകൊണ്ട് സ്ഥാപിക്കാൻ പറയും. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കുരിശ് ഭൂമിയിൽ കുഴിച്ചിട്ടത് അതിലൂടെ രക്ഷയും സൗഭാഗ്യവും പകർന്നു തന്നത് സ്വർഗത്തിൻ്റെ നടപടിക്രമമാണ്. നമ്മളത് നമ്മളുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ ശാപങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയും നമ്മുടെ വസിപ്പിടത്തിൽ കുരിശ് സ്ഥാപിക്കുമ്പോൾ ആ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യുകയും പുഷ്കലമാക്കുകയും ചെയ്തു വരുമ്പോൾ നമുക്കറിയാം, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചോ നേർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്. ഈ രക്ഷ എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. ആ പ്രാപിക്കാനുള്ള പ്രയോഗങ്ങളിലാണ് ഇതുപോലെയുള്ള അനുഷ്ഠാന ക്രിയകൾ വരുന്നത്. ഞാനത് നിങ്ങളുടെ ഒത്തിരി പേരെയും ഈ മേഖലയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുരിശ് നമ്മൾ ഭൂമിയിൽ കുഴിച്ചിടും മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ കുഴിച്ചിടണം. എന്താണെന്നറിയാവോ? അതായത് ഈ സഹനം, ചില സഹനങ്ങൾ ഹൃദയത്തിൽ കുഴിച്ചിടേണ്ടതാണ്, നാട്ടി ഉറപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട, പരിശുദ്ധ ദൈവമാതാവേ, ശ്രീവാമേൽ തറക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണിത്. എന്നുവെച്ചാൽ ചില സഹനങ്ങൾ ഹൃദയത്തെ പതിച്ചുറപ്പിക്കേണ്ടതാണ്. ചില സഹനങ്ങൾ അങ്ങനെയാണ്. ക്രിസ്തുവിൻ്റെ ധൈര്യം ഇതാണ്, മറ്റുള്ളവരല്ല, ഞാൻ തന്നെയാണ് ഉത്തരവാദി. നമ്മളെ സൃഷ്ടിച്ചതിന് ഉത്തരവാദി അങ്ങേരാണല്ല. അപ്പോൾ അതുകൊണ്ട്
അതുകൊണ്ട് ആ സൃഷ്ടികൾ വരുന്ന എല്ലാ പോരായ്മയും ക്രിസ്തു തന്നെ ഏറ്റെടുക്കുകയാണ്. മർപ്രകാരമുള്ള ഹനയാഗങ്ങളിലെ ഹോമയാഗങ്ങളിലെ ഞാൻ സംതൃപ്തനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സങ്കീർത്തനം 40-ാമത്തെ സങ്കീർത്തനം 6 മുതൽ 8 വാക്യങ്ങളാണ്. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എന്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. ദൈവവചന ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട്, പിതാവിൻ്റെ ഇഷ്ടം ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് അത് നിറവേറ്റാൻ പുത്രൻ അത് നിറവേറ്റുന്ന ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച. അതിൻ്റെ കാരണം എന്താണ്? മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് സാധ്യമല്ല, മൃഗങ്ങൾക്ക് സാധ്യമല്ല. എന്താ കാര്യം? അത് ചെയ്തിരിക്കുന്നത് ഒരു ഈക്വൽ പാർട്ട്നറോടല്ല, ദൈവത്തോടാണ്. അപ്പം മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപമാണ്. ഇപ്പം നമ്മൾ ചിലർ പറയത്തില്ലേ, ഇപ്പം നമ്മളൊരു കല്ല് തന്നെ എടുത്തിട്ട് ഒരു പട്ടി എറിയുന്നു, ഒരു കല്ലെടുത്ത് പട്ടി എറിയുന്നു, പട്ടി മുങ്ങിക്കൊണ്ട് പോകും. ആ കല്ല് തന്നെ എടുത്ത് പ്രാന്തൻ എറിയുന്നു, പ്രാന്തൻ നമ്മളെ തെറി പിടിച്ചിട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരേ കല്ല് ഒരേ വ്യക്തി, പക്ഷേ എറിയുന്ന ആൾ തെറ്റാണ്, വ്യത്യാസം. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് ഇടയാക്കിയ സിമ്പിൾ കാരണം. മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപം പരിഹരിക്കാൻ മൃഗങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നാണ്. പ്രകാരമുള്ള ഹനനയാഗങ്ങളുടെ ഹോമയാഗങ്ങൾ ഞാൻ സംതൃപ്തനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ, ഇതാ ഞാൻ വരുന്നു. എന്താണ്? മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ ദൈവം തന്നെ മനുഷ്യനായി ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. റോമ 8-ാം വാക്യം. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് നമ്മൾക്ക് കിട്ടാനുള്ള ശിക്ഷ കർത്താവ് എന്നേക്കുമായി ഏറ്റെടുത്തു എന്നാണ്. എന്നിട്ട് നമ്മളെ സ്വതന്ത്രമാക്കി. അതുകൊണ്ട് ഇംഗ്ലീഷുകാരൻ ഇന്നത്തെ ദിവസം ദുഃഖ വെള്ളിയാഴ്ച എന്നാണ് പറഞ്ഞത്, ഗുഡ് ഫ്രൈഡേ എന്നാണ് പറഞ്ഞത്. എന്താണ്? നല്ല വെള്ളിയാഴ്ച. എന്താണ്? നമ്മുടെ പാപം, നമ്മളേക്കേണ്ട ശിക്ഷ എന്നേക്കുമായിട്ട് ഈശോ ഏറ്റെടുത്ത ദിവസം. ആ ശിക്ഷ, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അത് ഓരോ വ്യക്തിയും കർത്താവ് എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ക്രൂശിക്കപ്പെട്ടത്. അവൻ സ്വന്തം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന അറിവ് പോലെ അവൻ നമ്മുടെ പകരക്കാരനായിട്ട് നമ്മുടെ ശിക്ഷ മേടിച്ചു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. യെശയ്യാ 53:5. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. പത്രമാണ്. അപ്പോൾ നമ്മുടെ ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തത്. അപ്പം ഇത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തത്. അത് യേശു എൻ്റെ പകരക്കാരനെ മരിച്ചു എന്ന് വിശ്വസിക്കണതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രക്ഷ നൽകണം, നിത്യരക്ഷ നൽകണത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്തിനെങ്കിലും വിശ്വസിക്കുകയല്ല. നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം മാത്രമല്ല, ക്രിസ്തു വിശ്വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മേലുള്ള ശിക്ഷ, ഞാൻ അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ അവൻ ഏറ്റെടുത്തതിന്മേൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറയണത്. അപ്പോൾ ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന്. ഈ ലോകത്ത് 900 കോടി മനുഷ്യരുണ്ടെങ്കിലും അതിൽ ഒന്നും നഷ്ടപ്പെട്ടു പോയാൽ കർത്താവ് അങ്ങനെയല്ലേ പറയണത്, ആ ഒന്നിനു വേണ്ടി അവൻ ക്രൂശിക്കപ്പെടുമായിരുന്നു എന്നുള്ള സൂചനയാണ് ബൈബിൾ നൽകുന്നത്. ആ 99 ആടുകൾ ഉണ്ടായിരിക്കും എന്ന് പറയണില്ലേ? മത്തായി 18-ാം വാക്യം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോകയില്ലേ? അതാണ് സംഭവം. ഈ ലോകത്ത് 900 കോടി മനുഷ്യരുണ്ടെങ്കിലും നീ മാത്രം ദൈവത്തിന് അകന്നു പോയാൽ നിനക്ക് വേണ്ടി മാത്രം ക്രൂശിക്കപ്പെടും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം വളരെ പ്രൈവറ്റും പേഴ്സണലുമാണ്. ശരിക്കും അത് പൊതുവായിട്ടുള്ളതല്ല, അതിനേക്കാൾ ഉപരി അത് വ്യക്തിപരമാണ്. നിന്നെ ദൈവം
ക്രൂശിക്കപ്പെട്ടുകൊണ്ട് സ്നേഹിക്കുന്നു നീ എന്ന് തിരിച്ചറിയുന്നു, അന്നാണ് നീ ദുഃഖവെള്ളിയുടെ ആഴം അറിയണത്. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പാരമ്യമായ ഈ ദുഃഖ വെള്ളിയാഴ്ച കർത്താവേ എനിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ പോലും നീ ക്രൂശിക്കപ്പെടുമായിരുന്നുവെന്ന് സുവിശേഷം വെളിപ്പെടുത്തുമ്പോൾ നിന്റെ ആ സ്നേഹത്തില് അനുഭവിക്കാനും ആ സ്നേഹത്തെ അറിയാനും അനുഭവിക്കാനും ആത്മശക്തി പ്രാപിക്കുവാനും എന്നെ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.